അഭിനയിച്ചുകൊണ്ടിരുന്നിടത്ത് തന്നെ ഇഷ്ടമില്ലായ്മ ഉണ്ടായപ്പോൾ ഒരു തുറന്നു പറയാനുള്ള ധൈര്യം ചേച്ചിക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് അവസരങ്ങൾ കുറയുന്നു തോന്നിയിട്ടുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. എന്തും തുറന്നു പറയുന്ന ഒരാളാണ്. ഞാനിപ്പോ എന്റെ കൺമുന്നിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്നു പറയും. എന്നോട് ഒരാൾ സംസാരിച്ചത് തെറ്റാണെങ്കിൽ തെറ്റല്ല, നിങ്ങൾ സംസാരിച്ചത് ശരിയല്ല, അങ്ങനെ ഒരിക്കലും സംസാരിക്കരുത് എന്ന് പറയും. അത് അയാളോട് വിരോധം കൊണ്ടല്ല. അതെ, അയാളോട് അങ്ങനെ പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളും കൂടുതലായിരിക്കും അല്ലേ? നമുക്കിപ്പോ നമ്മള് വീട്ടിലുള്ളവരാണെങ്കിൽ പോലും എന്നെ വേദനിപ്പിക്കുന്ന പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. എല്ലാത്തിനും അപ്പുറം നമ്മള് സമാധാനം എന്നുള്ളൊരു സംഭവം വേണമല്ലോ ജീവിക്കാൻ. സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആൾക്കാർ മുന്നിൽ നിന്നിട്ട് നമ്മളെ കോക്കറി കുത്തുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് നിന്നാൽ നമ്മുടെ സമാധാനം പോകും, ഇല്ലേ? അതെ. ഇപ്പം ഒരു 10ാം ക്ലാസ്സുകാരിക്ക് നേടാവുന്നത് എത്രയും അധികമാണെന്ന് കാണിച്ചു കൊടുത്ത ഒരാളാണ് ചേച്ചി. കാരണം അപ്പോൾ കുട്ടികൾക്ക്, മക്കൾക്ക് അല്ലെങ്കിൽ അതുപോലെ കൊടുക്കുന്ന ഉപദേശം എന്തായിരിക്കും ജീവിതത്തിൽ? എല്ലാവരോടും നല്ലതായിട്ട് പെരുമാറുക, വലിപ്പച്ചെറുപ്പം ഇല്ലാതെ എല്ലാവരെയും സ്നേഹിക്കുക. ഏത് പ്രൊഫഷനാണെങ്കിലും, ഏത് പ്രൊഫഷനിൽ ജോലി ചെയ്താലും അവിടെ നിൽക്കുന്ന എല്ലാ അംഗങ്ങളും, വർക്ക് ചെയ്യുന്ന എല്ലാ അംഗങ്ങളും ജീവിക്കാനായിട്ട്, ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് വന്ന നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അവരതേപോലെ കാണാൻ ശ്രമിക്കുക, അത്രേ ഉള്ളൂ. അവിടെ ശമ്പളത്തിനനുസരിച്ച് സ്നേഹിക്കരുത്. ഒരാളുടെ ശമ്പളം ഇത്രയേ ഉള്ളൂ, അയാൾ ഇങ്ങനെ ജോലിയാണ് ചെയ്യണത്, അതുകൊണ്ട് അയാളെ അത്രയും സ്നേഹിക്കണ്ട, അല്ല അയാളെ അത്രയും ബഹുമാനിക്കണ്ട, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആരെയും ഒന്നും മോഷ്ടിക്കാണ്ടിരിക്കുക. അപ്പം മോള് തന്നെ പറയുന്നു അമ്മ ഇത്രയും വർഷം ഒറ്റയ്ക്കായിരുന്നു, അമ്മയ്ക്കൊരു കൂട്ട് വേണമെന്ന്. എന്താണ് എന്താ ചേച്ചിയുടെ അഭിപ്രായം? ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിന് മറുപടി പറയാണ്ടിരിക്കുന്നതാണ് ഏറ്റവും സേഫ്. എന്നു വെച്ചാൽ ഇതിന് മറുപടി പറഞ്ഞതൊക്കെ ആഘോഷിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ മറുപടിക്കൊക്കെ ആഘോഷിച്ചത് കുറേ ആൾക്കാർ ആഘോഷിച്ചു. ഈ ആഘോഷിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഇവരൊരു സ്ത്രീയാണ്, ഇവർക്കൊരു കുടുംബമുണ്ട്, ഇവർക്ക് നാളെ ജീവിക്കണം, ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം, ഇവരെയൊക്കെ കൊണ്ടാണ് ഞങ്ങളും ജീവിക്കുന്നത്. ഈ പറയുന്ന ആഘോഷിക്കുന്ന ആൾക്കാർ ഇവരെയൊക്കെ കൊണ്ടാണ് ഞങ്ങളും ജീവിക്കുന്നത് എന്നൊരിക്കലും ചിന്തിക്കാതെയുള്ള വാർത്തകളൊക്കെ ആയിരുന്നു. അപ്പോൾ വീണ്ടും അവർക്ക് ആഘോഷിക്കാൻ ഞാൻ നിന്ന് കൊടുക്കണം, അതല്ലേ നല്ലത്? ഉറപ്പായിട്ടും ചേച്ചിയുടെ തീരുമാനങ്ങൾ ചേച്ചിയുടെ തന്നെയാണ്. എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നവരോടും എന്നെ ഇഷ്ടമില്ല എന്ന് പറയുന്നവരോടും നല്ല നടിയാണെന്ന് പറയുന്നവരോടും അല്ലാത്തവരോടും ഒന്നും പറയാത്ത ആൾക്കാരോടും എല്ലാവരോടും എനിക്കിഷ്ടം മാത്രമേ ഉള്ളൂ. കാരണം ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് അഭിനയിച്ച് തുടങ്ങിയാൽ അവരെ വളർത്തുന്നത് പ്രേക്ഷകർ തന്നെയാണ്. ഇപ്പോൾ ഇഷ്ടമില്ല എന്ന് പറയുന്നവരാണെങ്കിലും ഇഷ്ടമുണ്ടെന്ന് പറയുന്നവരാണെങ്കിലും അവരെ വളർത്തുന്നത് എപ്പോഴും ഒരു കലാകാരനും കലാകാരിക്കും ഏറ്റവും വലുത് എപ്പോഴും പ്രേക്ഷകർ തന്നെയാണ്. അപ്പോൾ നമ്മളെക്കുറിച്ച് അവർ തരുന്ന ഒരു ബലം ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ഇപ്പം നല്ലതെന്ന് പറഞ്ഞാലും ചീത്തയെന്ന് പറഞ്ഞാലും അവർ നമ്മളെ കാണുന്നുണ്ടെന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അവരാണ് ഇപ്പം നല്ലതെന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നു, ചീത്തയെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ നന്നാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നമ്മൾ ശരിയാക്കി കൊണ്ടുപോകണം എന്നുള്ളതായിരിക്കും അവരുദ്ദേശിക്കുന്നത്. എന്താണെങ്കിലും പേഴ്സണലി ആണെങ്കിലും ഒഫീഷ്യലി ആണെങ്കിലും. അപ്പോൾ നമ്മളെ കെയർ ചെയ്യുന്നു, നമ്മളെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എല്ലാവരോടും നന്ദിയുള്ളൂ, സന്തോഷമുള്ളൂ, സ്നേഹമുള്ളൂ. അപ്പോൾ ആ ഒരു സ്നേഹം ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് സന്തോഷം ചേച്ചി, തിരക്ക് പിടിച്ച സമയത്തും ഇത്രയും സമയം ഞങ്ങൾ കൈരളിക്ക് വേണ്ടി മാറ്റിവെച്ചതിന്. ഇനി ഒരുപാട് നല്ല റോളുകൾ, നല്ല കാര്യങ്ങൾ ജീവിതത്തിലും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സന്തോഷം. തിരിച്ചതുപോലെ തന്നെ മോൾക്കും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവട്ടെ. ഇനിയും വളർന്ന് വലിയ നിലയിലെത്തട്ടെ. താങ്ക് യു സോ മച്ച് ചേച്ചി.